പുതുതലമുറ പിള്ളേരുൾപ്പെടെ ആളുകൾ ഓൺലൈൻ ടാക്സികളുടെ സൗകര്യത്തിലേക്ക് മാറുന്നത് തീർച്ചയായും സാധാരണ ഓട്ടോറിക്ഷക്കാരെയും ടാക്സികളെയും ബാധിക്കും എന്ന് തീർച്ച. പ്രീപെയ്ഡ് ഓട്ടോ ടാക്സി കേന്ദ്രങ്ങളുള്ള റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഓൺലൈൻ ടാക്സിയിൽ പോകാൻ പറ്റില്ലെന്ന് ഓട്ടോ തൊഴിലാളികൾ ശഠിക്കുന്നു. ഏത് വാഹനത്തിൽ പോകണമെന്ന് തീരുമാനിക്കുന്നത് യാത്രക്കാരാണെന്ന് യാത്രക്കാരിയുടെ മറുപടിയും. കുറഞ്ഞ കൂലിയിൽ AC സൗകര്യത്തിൽ സുരക്ഷിതമായി പോകാൻ യാത്രക്കാരി തീരുമാനിച്ചാൽ സംഘടിതമായി തടയാനുമാവില്ല. എറണാകുളത്ത് തടഞ്ഞവർക്കെതിരെ യാത്രക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസുമെടുത്തു. പറക്കും തളികകൾക്ക് പകരം ആളുകൾ ഓൺലൈൻ തളികകളിലേക്ക് മാറുന്നതിനെ കാലത്തിൻ്റെ മാറ്റമെന്ന് കരുതുകയേ മാർഗമുള്ളൂ. പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. ആദ്യം ഞാൻ ഓർത്തു അത് വെറുതെ ഭീഷണിപ്പെടുത്തിയിട്ട് വീഴുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, അവർ കാര്യമായിട്ട് തന്നെ വണ്ടി ഒതുക്കാൻ പറഞ്ഞു. ഡ്രൈവറിനോട് ഭയങ്കര മോശമായിട്ടൊക്കെ പെരുമാറാൻ തുടങ്ങി. ഡ്രൈവറിനെ തല്ലു ശരിക്കും പറഞ്ഞാൽ. കടുകഠോര കുടു ശകടമാണു ശനി ശരണമാരു ശിവനേ. പെങ്ങൾ ഈ സാധനമൊക്കെ വലിച്ച് പുറത്തു പോകേണ്ടി വരും. ഇത് ശരിയായ പണിയല്ല പെങ്ങളെ കാണിക്കണതാ. ഇല്ല, പറ്റില്ല, ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് അവര് വണ്ടി തല്ലി പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഓട്ടോക്കാരും ടാക്സിക്കാരും. അതോടെ പക്ഷേ ആ പ്രീപെയ്ഡ് ഓട്ടോ കൗണ്ടർ എല്ലാം അവർ സ്റ്റോപ്പ് ചെയ്തു. ആ ആളുകൾ മുഴുവൻ സ്ട്രൈക്കിലാണ്. ഈ ഇഷ്യൂ സോൾവ് ആക്കാതെ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. നോട്ട് ചില്ലറക്ഷാമത്തിൻ്റെ ഇക്കാലത്ത് ആളുകൾ ഓൺലൈൻ പേയ്മെൻറ്റുകളിലേക്ക് മാറുന്ന ട്രെൻഡും തൊഴിലാളികൾ തിരിച്ചറിയണം. അന്യ ടാക്സികൾക്ക് നിരോധനമുള്ള റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വണ്ടി മാറിക്കയറാനാണ് സഹായത്തിന് വിളിച്ച പോലീസും യാത്രക്കാരിയെ ഉപദേശിച്ചത്. കൊടുക്കാൻ ഇനി നോട്ടില്ല എന്നായപ്പോൾ ATM നിന്ന് എടുത്തു കൊടുത്താൽ മതി എന്നായി പോലീസ്. ചില്ലറയോ ATMകളിലോ അത് പറ്റത്തില്ല, ഞാൻ ബുക്ക് ചെയ്ത റൈഡാണ്. പോലീസുകാരും പറയുന്നത് വെച്ചാൽ ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ട് അവർ വേറെ വണ്ടി അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഹാർഡ് ക്യാഷ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ ലോങ് ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നേക്കണെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ആയിട്ടില്ല. എൻ്റെ കയ്യിൽ Paytm ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ പൈസ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ കൊടുക്കാൻ പൈസ ഇല്ല, എനിക്ക് ഓൺലൈനേ ഉള്ളൂ, അതുകൊണ്ടും കൂടി ഞാൻ ഈ ഇത് ബുക്ക് ചെയ്തേക്കണേ. അപ്പോൾ അവർ പറഞ്ഞു കാക്കനാട് പോയി ATM എടുത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും മെനക്കെട്ട് അതിൻ്റെ ആവശ്യമില്ല. യാത്ര, പേയ്മെൻറ്റ് എന്നിവയിലെല്ലാം പുതിയ മാർഗം വരുന്നു. നമുക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ മോദിജി സൃഷ്ടിച്ച നോട്ട് ക്ഷാമം അതിന് ആക്കം കൂട്ടും. സംഘടിത തൊഴിലാളി സംഘടനകൾ ഈ മാറ്റത്തെ സർഗാത്മകമായി നേരിടാൻ തൊഴിലാളികളെ പ്രാപ്തരാക്കണം. കൊച്ചി നഗരസഭയിൽ കോൺഗ്രസ് മേയർക്കെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പുയരുന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ തന്നെയാണ് മേയറെ അനുകൂലിക്കുന്ന കൗൺസിലർമാർ വനിതാ മേയറെ കൗൺസിലിൽ പരസ്യമായി സ്തുതിച്ച് പിന്തുണ അറിയിക്കുന്നത്. കോൺഗ്രസ് കൗൺസിലർ കുഞ്ഞച്ചൻ വനിതാ മേയറെ ഝാൻസി റാണി എന്ന് വിളിച്ചാണ് പിന്തുണയ്ക്കുന്നത്. കൗൺസിലിൽ ചിരി ഉണർത്തിയ വിളി കൗൺസിലർ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുകയാണ്. കോൺഗ്രസിലെ മേയർ ഗ്രൂപ്പായ ഝാൻസി റാണി റെജിമെന്റിന്റെ നേതാവാണോ ഈ കൗൺസിലർ? എന്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ മേയറെ കുറിച്ച് പറഞ്ഞ് ഞാൻ പഠിച്ചപ്പോൾ കേട്ടിട്ടുള്ള പേരാണ് ഝാൻസി റാണി. നിങ്ങൾ എല്ലാവരും കൂടി ബഹളം വെച്ച് ഇന്നലത്തെ മഴക്കും തോപ്പുംപടിയിൽ വെള്ളക്കെട്ടില്ല. അല്ലാതെ മേയറിന്റെ മുഖം ഇത് ഞാനിരിക്കുന്നു പ്രായമില്ല, ഝാൻസി റാണിയാണ് ഇരിക്കുന്നത്. चौदुविन के चांद हो याब ताब हो. നിങ്ങൾ എല്ലാവരും കൂടി ബഹളം വെച്ച്. പക്ഷെ എനിക്കൊരു ഗുണം കൂടി ഉണ്ടായി ആ കാര്യത്തിൽ. എന്റെ അടുത്ത ബന്ധു അങ്ങ് ചാലക്കുടിക്ക് കിഴക്കുള്ള പുപ്പിളിയത്താണ്. പുള്ളി എന്താ കണ്ടത്, TV കണ്ട് എന്നെ വിളിച്ച് കൊള്ളാം മോനെ കൊള്ളാം, എൻ്റെ അമ്മയുണ്ട് മറിയാച്ചി എൻ്റെ എന്ന് ചോദിച്ചു. മറിയാച്ചി കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ സങ്കടം തോന്നി. അതുകൊണ്ട് മാതൃഭൂമിക്കാരിലെ പെൺകുട്ടിയോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. കാരണം എൻ്റെ ദൂരെയുള്ള ഒരു ബന്ധുവിനെ കാണിക്കാൻ അവസരം ലഭിച്ചു. 73 പേരാണ് എൻ്റെ കൂടെ ഉള്ളതെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എന്നെ നിങ്ങൾ ഭയപ്പെടുത്തരുത്. അത് ചെയ്താൽ തെറ്റാണ്, ഇത് ചെയ്താൽ തെറ്റാണ്.
എന്ന് പറഞ്ഞ പോലെ മേയർ പറഞ്ഞ പോലെ ഞാൻ നിർത്തണേ ഇനി വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും തിങ്കളാഴ്ച രാത്രി 9:30. നന്ദി, നമസ്കാരം.